സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തെ വിവിധ വേദികളിൽ അരങ്ങേറുകയാണ്. ഈ കലോത്സവത്തിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വേദി സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് അലക്സ് മുഹമ്മദ്, സലീം മാലിക്, ഷഹദ് റഹ്മാൻ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഓക്കെ, ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം? അപ്പോൾ എനിക്ക് തോന്നുന്നത് അലക്സ് മുഹമ്മദിൽ നിന്ന് തുടങ്ങാം. അലക്സെ, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ സായി ഗ്രാമത്തിൽ നല്ല സന്തോഷമായിട്ട് നമ്മുടെ അനന്തകുമാർ സാറിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഗുഡ് മോർണിംഗ്. എസ്കേൻ, അതെ, തീർച്ചയായും ഗുഡ് മോർണിംഗ് എസ്കേൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. മാത്രമല്ല ഏതാണ്ട് 63ഓളം ഇനങ്ങൾ ഇന്നലെ ഈ വേദികളിലേക്ക് എത്തിയെന്നുള്ളതാണ്. എസ്കേൻ, ഇന്നും ഈ ജനപ്രിയ ഐറ്റം, പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാമറ ഐറ്റങ്ങൾ എന്ന് പറയുന്ന ഇനങ്ങളൊക്കെ ഇന്നുമുണ്ട്. ഏതാണ്ട് 59 മത്സര ഇനങ്ങൾ ഇന്ന് വേദിയിൽ എത്തുന്നു എന്നുള്ളതാണ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ MT എന്നുള്ള ഒന്നാമത്തെ വേദിയാണ്, സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒന്നാമത്തെ വേദിയിലാണ് ഞങ്ങളുള്ളത്. രാവിലെ തന്നെ ആ ആരവം ഉണരുന്നു. ഇവിടേക്ക് വലിയ തോതിൽ തന്നെ ആളുകളും അതുപോലെ കുട്ടികളും ഒക്കെ എത്തുന്നുണ്ട്. എസ്കേൻ, ചെറിയൊരു പ്രതികൂല കാലാവസ്ഥ ഇന്നലെ ഉണ്ടായി. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സെൻട്രൽ സ്റ്റേഡിയം ഒക്കെ അങ്ങനെ നനഞ്ഞു കിടക്കുന്നുണ്ട്, അങ്ങനെ ചെളിയായി കിടക്കുന്നുണ്ട്. അല്പനേരം അത് വെയിൽ വന്നാൽ അത് മാറും എന്നുള്ളതാണ് സംഘാടകരൊക്കെ പറയുന്നത്. നമ്മൾ സംഘാടകരോട് ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. ഈ ചെളിയായാൽ വലിയ ബുദ്ധിമുട്ടാവുമല്ലോ എന്നവരോട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് മാറുമെന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും അത് മാറിയാൽ അത് വളരെ നന്നായിരിക്കും എന്നുള്ള കാര്യം ഒന്നും കൂടെ പറയുന്നു. എസ്കൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 53 ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തും. ഒപ്പനയൊക്കെ എത്തുന്നുണ്ട്. ഷഹദൊക്കെ കലോത്സവ വേദികളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒപ്പനയൊക്കെ വരുമ്പോൾ ഷഹദിനൊക്കെ പ്രത്യേക ഒരു എനർജിയാണ് ഒപ്പനയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ. ഇന്നത്തെ മത്സര ഇനങ്ങൾ എന്തൊക്കെയാണ് ഷഹദ്? അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വേദി 1-ലാണ് ഒപ്പന വരുന്നത്. നമുക്കറിയാം, അലക്സ് പറഞ്ഞതുപോലെ ഏറ്റവും ഗ്ലാമർ ഇനമാണ് ഈ കലോത്സവ വേദിയിലെ ആ വസ്ത്രധാരണവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ആവേശവും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അത് കാണാൻ കുറേ അധികം പ്രേക്ഷകരുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം വേദി 1-ൽ ആദ്യമായിട്ട് എത്തുന്നത് ഇന്ന് ഒപ്പനയാണ്. അതേ വേദിയിൽ തന്നെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മോഹിനിയാട്ടം എത്തും. പക്ഷേ 2 മണി എന്നുള്ളത് ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പക്ഷേ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മോഹിനിയാട്ടം എത്തും. അതുപോലെ തന്നെ തിരുവാതിരക്കളി ഇന്നുണ്ട്, നാടോടി നൃത്തമുണ്ട്. ഇത് വേദി 2-ലാണ്. പിന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നാടകം ഇന്നാണുള്ളത്, സെക്കൻഡറി വിഭാഗത്തിലെ നാടകം. അപ്പം 3-ാം വേദിയിലാണ് ഈ നാടകം നടക്കുന്നത്. അതുപോലെ കുച്ചിപ്പുടി ഉണ്ട്, മാർഗംകളിയുണ്ട്, ചാക്യാർകൂത്തുണ്ട്, നങ്ങ്യാർകൂത്തുണ്ട്. അതുപോലെ തുള്ളൽ ഇനങ്ങളായിട്ട് മറ്റ് പല പരിപാടികൾ ഒക്കെ ആയിട്ട് ഇന്ന് വിവിധ വേദികൾ സമ്പന്നമാണ്. അപ്പം ഇന്ന് വരുന്ന ആളുകൾക്കൊക്കെ കണ്ണിറയെ കണ്ട് വിവിധ ഇടങ്ങളിലേക്ക് തിരിച്ചു പോകാം. എസ്കേൻ, ഷഹദ് കലോത്സവത്തിനൊക്കെ പണ്ട് പങ്കെടുക്കുമ്പോൾ ഈ തുള്ളലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, തുള്ളലിൽ പങ്കെടുത്തിട്ട് എന്താണ് ഷഹദ് റെഡിയാണ്? എസ്കേൻ ചെറിയ പോയിന്റ് നില പട്ടിക ഇന്നലെ, അതായത് ഈ 63 ഇനങ്ങൾ തീരുമ്പോൾ പോയിന്റ് നില പട്ടിക കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ എനിക്കൊന്ന് കണ്ണൂർ ലീഡ് ചെയ്യുന്നു തോന്നുന്നു, അല്ലേ സലീം? കണ്ണൂർ ലീഡ് ചെയ്യുന്നത്, കണ്ണൂർ ഒറ്റ പോയിന്റിനാണ് ലീഡ് ചെയ്യുന്നത്. അതായത് ഈ മത്സരത്തിന്റെ എല്ലാ വാശിയും വീറും നമുക്ക് ഈ പോയിന്റ് പട്ടികയിൽ പ്രകടമാണ്. കാര്യം ഒന്നാമതുള്ള കണ്ണൂർ, രണ്ടാമതുള്ള തൃശ്ശൂർ, മൂന്നാമതുള്ള കോഴിക്കോട്, ഈ ടീമുകൾ തമ്മിൽ ഓരോ പോയിന്റ് വീതമാണ് വ്യത്യാസം. കണ്ണൂരിന് 215 പോയിന്റ്, തൃശ്ശൂരിന് 214, കോഴിക്കോടിന് 213. അപ്പോൾ വലിയ മത്സരമുണ്ട്. മാത്രമല്ല ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ഇടുക്കി 167 പോയിന്റ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം 14-ാം സ്ഥാനത്തുള്ള ടീമിന് 167 പോയിന്റ് ഉണ്ടെങ്കിൽ അത്രയും വലിയ മത്സരമാണ്. പിന്നീട് ആവേശത്തിനൊന്നും ഒരു കുറവില്ല. മാത്രമല്ല ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞും വേദി 9-ൽ മത്സരം നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല 1 മുതൽ 7 വരെയുള്ള വേദികളിലെയും മത്സരങ്ങൾ അവസാനിച്ചത് 10 മണിക്ക് ശേഷമാണ്. ചില വേദികളിൽ 11:30-ക്ക് അവസാനിച്ചു. അപ്പോൾ ഈ ഏറ്റവും അവസാന നിമിഷം വരുന്ന അപ്പീലുകളൊക്കെയാണ് ഇത് വല്ലാതെ വൈകിക്കുന്നത്. അപ്പോഴും അത്രയധികം ആവേശം, കുട്ടികളുടെ ആവേശം അതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കലോത്സവമാണ്. തെക്കൻ ജില്ലകൾ ആദ്യ 3 സ്ഥാനങ്ങളിലും ഇല്ല. പക്ഷേ സ്കൂളുകളുടെ കാര്യത്തിൽ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാർമൽ സ്കൂൾ, വഴുതക്കാട് വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് സ്കൂളുകളിൽ. ബാക്കിയൊക്കെ ഇഞ്ചോടിഞ്ചാണെങ്കിൽ സ്കൂളുകളിൽ വഴുതക്കാടിനൊരു വലിയ മുന്നേറ്റമുണ്ട്. അത് അങ്ങനെ തന്നെ നിലനിർത്തും. ഒപ്പം നമ്മൾ തിരുവനന്തപുരം, കൊല്ലമൊക്കെ തന്നെ കപ്പ് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെയാണ്. പക്ഷേ ആദ്യ ദിവസത്തെ പോയിന്റ് നില പട്ടിക മാത്രമാണ്. ഈ വടക്കൻ ജില്ലകളിലെ സ്കൂളുകൾക്കും വടക്കൻ ജില്ലകൾക്കും പ്രത്യേകിച്ച് ഈ പേഴ്സണൽ പോയിന്റുകൾ നേടി മുന്നോട്ട് പോകാനുള്ള മത്സര ഇനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉള്ളതെന്നാണ്. ഒപ്പനയും മാർഗംകളിയും ഭരതനാട്യവും അതുപോലെ നാടകവും ഒക്കെ വലിയ രീതിയിൽ പോയിന്റ് കൈക്കലാക്കി. താങ്ക് യു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് അലക്സ് മുഹമ്മദ്, സലീം മാലിക്, ഷഹദ് റഹ്മാൻ എന്നിവരാണ് നമുക്കൊപ്പം ചേർന്ന. കലോത്സവ വാർത്തകൾ നമുക്ക് ഇനിയും കൂടുതലായിട്ട് പറയാനുണ്ട്. മാത്രമല്ല ഞാൻ ഈ സായി ഗ്രാമത്തിൽ വന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ അവഗണിക്കും നിങ്ങൾ വിചാരിക്കേണ്ട. വാർത്തകളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും.